പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം കേരളത്തിൽ ബി.എസ്.സി നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ വെയിറ്റിങ്ങിലാണ്. പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, ഈ വർഷം കേരളത്തിലെ അഡ്മിഷൻ എങ്ങനെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഏതൊക്കെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് LBS അലോട്ട്മെൻറ്റ്, ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സും കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ബി.എസ്.സി നഴ്സിംഗ് അതുപോലെ തന്നെ വിവിധതരം പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നടത്തുന്ന അലോട്ട്മെൻറ്റാണ് LBS അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളും ഉണ്ട്. മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മെയിനായിട്ട് നടത്തുന്ന അലോട്ട്മെൻറ്റാണ് LBS അലോട്ട്മെൻറ്റ്. അവിടെ നമുക്ക് ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാനോ അതുപോലെ തന്നെ ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല. LBS അലോട്ട്മെൻറ്റ് വഴിയായിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. അതുപോലെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. ഇനി പ്രൈവറ്റ് കോളേജുകളിൽ ഒരു പ്രൈവറ്റ് കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ മെറിറ്റ് സീറ്റും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ടായിരിക്കും. ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ 50 സീറ്റ് മെറിറ്റ് സീറ്റും 50 പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സീറ്റും ആയിരിക്കും. അപ്പോൾ ഈ മെറിറ്റ് സീറ്റ്, അതായത് ഗവൺമെൻറ് സീറ്റുകളിലേക്ക് ഈ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യപ്പെടുന്നത് LBS അലോട്ട്മെൻറ്റ് വഴിയാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത് വിവിധതരം മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ആയ PNC MAC, AMCSFNCK, CPAS എന്നീ അസോസിയേഷൻസ് വഴി അലോട്ട്മെൻറ്റ് നടത്തിയിട്ടാണ് അവിടുത്തെ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യപ്പെടുക. അപ്പോൾ ഇനി എങ്ങനെയാണ് LBS അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അലോട്ട്മെൻറ്റിലേക്ക് എത്തുക. അപ്പോൾ ആ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് +2ൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയം വരിക. ആ സമയത്ത് വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ വർഷം കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആ ഫീ അടച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓരോരുത്തരുടെയും മാനുവലി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കറക്ഷൻ ടൈമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ മിസ്റ്റേക്ക് അത് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. അതായത് ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവത്തില്ല. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. എന്താണോ മിസ്റ്റേക്ക് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ കറക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതായത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ റാങ്ക് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അതിൽ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ഒരു 2 to 3 ഡേയ്സ് നിങ്ങൾക്ക് തരും. ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളത് നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കോളേജ് സെലക്ഷൻ വരിക, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് കേരളത്തിലെ ടോപ്പ് കോളേജസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ കോളേജിലും വ്യത്യസ്ത ഫെസിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കോളേജ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് അലോട്ട്മെൻറ്റുകൾ വരിക. മെയിനായിട്ട് 3 അലോട്ട്മെൻറ്റുകളാണുള്ളത്. ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കാനായിട്ട് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഒരു ട്രയലാണ്. ആ സമയത്ത് മാർക്കുള്ള കുട്ടികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാൻ, ചിലർക്ക് കിട്ടാതിരിക്കാം. ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ കോളേജ് തന്നെ ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ ചിലപ്പോൾ മാറ്റം വരാം. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കോളേജാണ് ലഭിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി ഉണ്ട്. അതായത് മുകളിലേക്കുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ആയിട്ട്
നൽകാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മേളിലുള്ള ഒരു കോളേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് 10ാമത്തെ ഒരു കോളേജാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിന് താഴത്തേക്കുള്ള കോളേജിൽ 11 മുതലുള്ള കോളേജുകൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതാണ്. മുകളിലേക്കുള്ള കോളേജ് മാത്രമായിരിക്കും പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുക. അങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അതാണ് കോളേജ് ജോയിനിങ് ടൈം. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യണം. അലോട്ട്മെൻറ്റ് മെമ്മോയും ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ രേഖകളും ഫസ്റ്റ് ഇയറിൽ ഫുൾ ഫീയും അടച്ച് വേണം നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരിക. ഇനി ഈ 3 അലോട്ട്മെൻറ്റുകളിലും ഒരു അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് സീറ്റ് വേക്കൻസി അനുസരിച്ച് പിന്നീട് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തീരെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കൊന്നും കേരളത്തിൽ അഡ്മിഷൻ കിട്ടാറില്ല. കഴിഞ്ഞ വർഷമൊക്കെ 90% എബോവ് മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അഡ്മിഷൻ എടുക്കുക, തീരെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ ടോപ്പ് കോളേജസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക ആയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. സെക്കൻഡ് നിങ്ങൾക്കൊരു കറക്ഷൻ ടൈം ഉണ്ട്. ആ സമയത്ത് എന്തെങ്കിലും റിമാർക്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. തേർഡ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോളേജ് സെലക്ട് ചെയ്യാനുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ആണ് അലോട്ട്മെൻറ്റുകൾ വരിക. ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ്, അതിനുശേഷം 3 മെയിൻ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഇനി ഈ അലോട്ട്മെൻറ്റുകളിലൊന്നും നിങ്ങൾക്കൊരു കോളേജും കിട്ടിയില്ല എന്നുള്ള കുട്ടികൾക്ക് പിന്നീട് സീറ്റിൻ്റെ വേക്കൻസി അനുസരിച്ച് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഈ മെയിൻ അലോട്ട്മെൻറ്റുകളിലൊന്നും അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി അനുസരിച്ചായിരിക്കും സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ 90% എബോവ് മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളെ കേരളത്തിന് പുറത്തും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക്